ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ ലൈറ്റിൻ്റെ ഗുഡ് മോർണിംഗ് വൈബിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ ചക്ക എങ്ങനെ പാചകത്തിന് തയ്യാറാക്കി എടുക്കാം എന്നുള്ളൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അതുപോലെ പ്രഭാത സവാരിയെ കഴിഞ്ഞ് ഞാനും എൻ്റെ ഫ്രണ്ടുമായി പിരിയാൻ നേരത്ത് ഫ്രണ്ട് പറഞ്ഞു എനിക്ക് ചക്ക തരാമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയി 2 ചക്കകൾ തന്നു. അത് ഒരു കാമ്പിലുള്ള 2 ചക്കകളാണ്. അതിലൊന്ന് പഴുത്തതും മറ്റേത് പാചകത്തിനായി പാകമായതുമാണ്. അപ്പോൾ പാചകത്തിന് പാകമായത് എങ്ങനെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ 2ആയി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ കറകൾ ഒന്ന് ചകിരി വെച്ച് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ആദ്യം ഇതുപോലെ 3 കൊത്തുകൾ ഈ ചക്കയുടെ പുറത്ത് കൊടുത്തതിന് ശേഷം ഓരോന്നായിട്ട് ഇങ്ങനെ ഇളക്കി മാറ്റുക. അതിനടർത്തി മാറ്റി എടുക്കുക എളുപ്പത്തിൽ. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുരുവിന് ക്ഷതമുണ്ടാകാതെ ഇരിക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് ഈ അടർത്തി മാറ്റിയ കഷ്ണങ്ങൾ ഇതുപോലെ അതിൻ്റെ ഏലെന്നാണ് നമ്മൾ പറയുന്നത്, അത് വേർപെടുത്തി എടുക്കുന്നതിന് വേണ്ടി ഇതുപോലെ കുറച്ച് അരിഞ്ഞിട്ട് ചുളകൾ വേർപെടുത്തി എടുക്കാം. എന്നിട്ട് അതിനെ വൃത്തിയാക്കി അതിനകത്തുള്ള കുരു പുറത്തേക്കെടുത്ത് ചുള മാറ്റിയതിന് ശേഷം കുരുവിൻ്റെ ആടയും മാറ്റിയെടുക്കുക. ഇപ്പോൾ എല്ലാം തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഈ ചക്ക കൊണ്ട് ചക്കപ്പുഴുക്ക് വയ്ക്കുന്നതിനും അവിയൽ വയ്ക്കുന്നതിനും ചക്ക എലിശ്ശേരി വയ്ക്കുന്നതിനും ചക്കയുടെ വിവിധ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനും തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ചക്കയുടെ നടുഭാഗത്തുള്ള പൂഞ്ചെന്ന് പറയും. ഇത് തോരൻ വയ്ക്കാനും കൂട്ടുകറി, തീയൽ എന്നിവ വയ്ക്കാനും ഇത് ഉപയോഗിക്കും. ഇത് ചക്കക്കുരുവാണ്. അതുപോലെ തന്നെ വിവിധ തരം വിഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഇത് കുരുവിൻ്റെ പുറത്തുള്ളൊരു പുറം തോടാണ്. ഇത് നല്ല ഔഷധ ഗുണമുള്ളതാണ്. ഇതും ചക്കയുടെ ഒരു ഭാഗവും കളയാൻ പറ്റാത്തൊരു ഫലമാണ് ചക്ക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.